ചൂരൽമലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭവനപദ്ധതിയിൽ ആദ്യഘട്ടം പൂർത്തിയായി. പക്ഷേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തറക്കല്ലിട്ടതല്ലാതെ ഒരു നടപടിക്രമങ്ങളും നടത്തിയില്ല. അത് ജനങ്ങളെ പറ്റിക്കാനാണ് എന്ന് കരുതുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവരും കാണുന്ന കാര്യമാണല്ലോ. ഉണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നപ്പോൾ അവിടെയുള്ള പുനരധിവാസത്തിൻ്റെ കാര്യം അതൊരു ഏകപക്ഷീയമായ കാര്യമായിട്ടല്ല ഞങ്ങൾ കണ്ടത്. നമ്മുടെ നാടിനേറ്റ ദുരന്തം നാട് നിർവഹിക്കേണ്ട ഒരു കാര്യം ഈ നിലക്കാണ്. പക്ഷേ നാട് നിർവഹിക്കേണ്ട കാര്യമാകുമ്പോൾ സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. ആ മുൻകൈ സർക്കാർ എടുക്കുന്നു. എന്നാൽ എല്ലാവരുടെയും സഹകരണം വേണം. അതിനുവേണ്ടി നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെ, അതായത് പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് രണ്ടാളുകളെയും വിളിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് വേണ്ടത്, വീട് നിർമ്മാണം എങ്ങനെ വേണം, അതിൻ്റെ വീട് നിർമ്മാണ ചുമതല എങ്ങനെ കൊടുക്കണം, ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് ആളുകൾ തരുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കണം, ഒരു വീടിന് എത്ര പണം തീരുമാനിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുകയല്ല. ആ തീരുമാനങ്ങൾ ഇവരുമായിട്ട് കൂടി ചർച്ച ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം പിന്മാറിക്കളയും. എല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുക. പണം ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾ ഇത്ര വീട് തരും, ഇത്ര വീട് തരും എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഒന്നിച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അത് ഇപ്പം നമുക്ക് പണം തരാമെന്ന് പറയുന്നവർ, വീട് നിർമ്മിച്ച് തരാമെന്ന് പറയുന്നവർ, ആ വീട് നിർമ്മിച്ച് തരുന്നതും തരാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ധാരണയാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഒരു ഘട്ടത്തിൽ പറയായിരുന്നു. അപ്പോൾ പണം തരാമെന്ന് പറഞ്ഞ്, വീട് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞ് അവർ പിന്നെ പിൻവാങ്ങിയാൽ അതവിടെ ഇടാൻ പറ്റില്ല. ഈ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സർക്കാർ ആ ബാധ്യത നിറവേറ്റാൻ പൂർണ്ണമായി തയ്യാറാകേണ്ടതുണ്ട് എന്ന കാര്യം ഇവരോട് തന്നെ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതായിരുന്നില്ല, വെറുതെ പറയുന്നതാണെന്ന് അവർക്കന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പല അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് പണം തന്നില്ലെങ്കിലും സർക്കാരിന് നിറവേറ്റേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ആദ്യം ലീഗ് പിൻവാങ്ങി. എന്താണ് ലീഗ് പിൻവാങ്ങാൻ കാരണം? എന്തിനാണ് ലീഗ് പ്രത്യേകമായിട്ട് ഒരു വീടുകൾ നിർമ്മിക്കുന്നത്? എന്തിനാണ് ഈ ദുരന്തബാധിതരായ ആളുകളെ മറ്റൊരു തരത്തിൽ കാണുന്നത്, അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത്? ഇവിടെ ടൗൺഷിപ്പ് എന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരാശയം മാത്രമല്ല. അന്ന് ദുരന്തബാധിതർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞവരാണ്. നിങ്ങൾ നഷ്ടപരിഹാരം നൽകിയാൽ ഞങ്ങൾ പല കൊമ്പത്താവും. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ഒരിടം വേണം. ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. അതിന് പറ്റിയൊരു സാഹചര്യം സൃഷ്ടിക്കണം. അപ്പോൾ ഒന്നിച്ച് കഴിയണമെന്ന അവരുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ ഈ പറഞ്ഞ ടൗൺഷിപ്പ് എന്ന ആശയം എടുക്കുന്നത്. എന്നാൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഒറ്റപ്പെട്ടതുണ്ടാവും. ഇവിടെ വേണ്ട, മറ്റൊരു സ്ഥലത്ത് പോകാം, മറ്റു ചില കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം, അങ്ങനെയൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാകും. അവർക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണെന്ന് കണക്കാക്കി. ഇവരെന്തിനാണ് പ്രത്യേകമായിട്ട് പോയത്? ഏതായാലും അവർ സ്ഥലം എടുത്ത് നടപടികൾ നീക്കി. കോൺഗ്രസ് അപ്പോഴും മറ്റൊരു നില സ്വീകരിച്ചിട്ടില്ല. അപ്പോഴും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസും ആ വഴിക്ക് പോയി. ചുരുക്കത്തിലെന്താ, പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായുള്ള പണം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ആ പണം കോൺഗ്രസ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വക എന്ന് പറഞ്ഞ വീടുകളുണ്ട്, അതൊന്നും കാണാനില്ല. കർണാടക ഗവൺമെൻറ് തരുന്ന വീട് കർണാടക ഗവൺമെൻറ്റാണ്, അത് കോൺഗ്രസിൻ്റെതാണെന്ന് കാണാൻ പറ്റില്ല. നമ്മളെ ഗവൺമെൻറ്റും ചില ദുരന്തബാധിത പ്രദേശങ്ങളിൽ നേരത്തെ സഹായം നൽകിയിട്ടുണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ വകയുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് പറഞ്ഞ കാര്യം ഇതേവരെ പ്രാവർത്തികമായിട്ടില്ല. അതിലൊന്നും ആശ്ചര്യപ്പെടേണ്ടതില്ലല്ലോ, അത് കണക്ക് തന്നെ വ്യക്തമല്ല. പിരിച്ചു എന്നുള്ളത് ശരിയാണ്.
പണം ആർക്ക് കിട്ടി? ദുരന്തബാധിതർക്ക് ഇതേവരെ ഒരു സഹായവും കിട്ടിയിട്ടില്ല. അതാണ് വസ്തുത.